നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 30 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ട് പോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവോത്തരനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്ത് ചെന്ന്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, പുറത്ത് വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേട് പറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ച് കൊടുത്തു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ദൈവം തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുന്ന സംഭവം വിവരിക്കുന്നതാണ്. നെബൂഖദ്നേസർ യഹോവയുടെ മഹത്വം അറിഞ്ഞവനെങ്കിലും ദൂരാ സമഭൂമിയിൽ 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു ബിംബം സ്ഥാപിച്ചു. സകലരും അതിനെ നമസ്കരിക്കണം എന്ന് വിളംബരം ചെയ്തു. എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 യഹൂദർ വഴങ്ങിയില്ല. അവര് ഈ ബിംബത്തെ വണങ്ങിയുമില്ല. അത് രാജാവിന്റെ ശ്രദ്ധയിൽ ആളുകൾ പെടുത്തി. രാജാവ് വിളിച്ചു ഒരു ചാൻസ് കൂടി അവർക്ക് നൽകി. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന യഹോവയ്ക്ക് ഞങ്ങളെ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കും. അല്ല, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങള് യഹോവയല്ലാതെ ആരാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. രാജകൽപ്പന നീക്കം വരാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, തീച്ചുള 7 മടങ്ങ്
വർദ്ധിപ്പിക്കുക, ഇവരെ പിടിച്ചു കെട്ടി തീച്ചൂളയിലിടുക. അങ്ങനെ അവരെ തീച്ചൂളയിലിട്ടു. പക്ഷേ ഈ 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിച്ചതിനാൽ ഇവരെ ബന്ധിച്ചെടുത്തുകൊണ്ടുപോയ ആളുകൾ ബന്ധിച്ചാകാൻ ഇടയായി തീർന്നു. പക്ഷേ രാജാവ് നോക്കിയപ്പോൾ അവർ 3 പേരും കെട്ടരിഞ്ഞവരായി കാണപ്പെടുന്നു. അവരുടെ വസ്ത്രം വെന്തു പോകുന്നില്ല, മുടിക്ക് കേടുപറ്റുന്നില്ല. അവരോട് കൂടെ 4ാമത് ഒരാളെ കാണുന്നു, അവൻ ദൈവോത്തമ തുല്യനായിട്ട്. രാജാവ് ഭ്രമിച്ചു. അടുത്ത് ചെന്നിട്ട് അവരെ പേർ ചൊല്ലി വിളിച്ചു. അവർ അടുത്തു വന്നു. തീയുടെ മണം പോലും അവരെ ഏശിയിട്ടില്ല. രാജാവ് പറഞ്ഞു, ഇവരുടെ വിശ്വാസം സത്യമാണ്, അവരുടെ ദൈവം സത്യമാണ്, യഹോവ സത്യദൈവമാണ്. ദൈവം തന്റെ ദൂതനെ അയച്ച് ഇവരെ വിടുവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബാബേൽ സംസ്ഥാനത്തിൽ ശദ്രക്കിന്റെയും മേശക്കിന്റെ അബേദ്നെഗോവിന്റെയും ദൈവമായ യഹോവയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കുടുംബത്തെ കുപ്പക്കുന്നാക്കും എന്ന് രാജാവ് വിധിക്കുക മാത്രമല്ല, ഈ 3 പേർക്കും രാജാവ് ഉന്നതമായ ഉദ്യോഗം നൽകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഏത് രാജ്യത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് തുണ നിൽക്കും. അതിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ ഈ ബാലന്മാരിലൂടെ പഠിപ്പിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.